ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങളിന്ന് കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം. ഞങ്ങളിന്ന് മുംബൈക്ക് പോവുകയാണ്. ഞങ്ങളുടെ ജോലി അവിടെയാണ്. അപ്പോൾ ഞാനും അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മുംബൈക്ക് പോവുകയാണ്. പാക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. രാവിലെ പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് ക്യാബ് വിളിച്ചിട്ടുണ്ട്. ക്യാബ് വന്നിരിക്കുവാണ്. ഞങ്ങളുടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മൊമെന്റ് പാക്കിംഗ് ആണ്. ഒന്നും നോക്കുന്നില്ല. പടയെടുത്ത് കയറ്റുന്നു, പോകുന്നു. എന്തൊക്കെ ഇവിടെ വിട്ടിട്ട് പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇനി ഫുഡ് കഴിക്കണം, നമ്മൾ ഡ്രസ്സ് മാറണം. അയ്യോ, അപ്പോൾ ഞങ്ങളിത് പോകാനുള്ള പരിപാടിയിലാണ്. ബാഗ് പാക്കിംഗ് ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോവാണ് മുംബൈ. എവിടെ എല്ലാവർക്കും ബൈ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. എടുത്ത ചോറൊക്കെ ഇറങ്ങുവാണ്. ബൈ അമ്മ പോവാണേ. ബൈ ബൈ. സ്ട്രൈറ്റ് പിടിച്ചോ? എവിടെയാണ്? എല്ലാം കൊണ്ട് ചുമപ്പിച്ചിട്ട് സിമ്പിളായിട്ട് നടക്കുന്നുണ്ടോ? സിമ്പിളായിട്ട് വെയിറ്റ് ഒന്നുമില്ലാത്ത സിമ്പിൾ ബാഗ് കൊണ്ട് ഞാൻ ഇത്രയും ലഗേജ് കൊണ്ട് നടന്നിട്ട്. ഞങ്ങളത് G12 ആണ്. ഇപ്പം G6 ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇതാണ് നമ്മുടെ സീറ്റ് 78, 79. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി. മേളിലും താഴും. അപ്പം നൈസ് ഒരു പ്രൈവസിയും കാര്യമൊക്കെ ഉണ്ടാവും അല്ലേ കാണും. നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. നമ്മുടെ ജേണി ഒരു നല്ലൊരു ജേണി തുടങ്ങായിരിക്കും. ഇനി അങ്ങോട്ടൊരു യാത്രയുടെ കൂടെ യാത്ര ചെയ്യും ഈ വർഷമല്ലേ. എക്സ്ക്യൂസ് മീ, ഒന്ന് നേരെ ഒന്ന് വെക്കാമോ? എങ്ങനെ 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 ടാറ്റ തന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നാളെ ടാറ്റ തന്നു. നമുക്ക് ഓടി നടക്കാം. ഇവിടെ കണ്ടോ, ഒറ്റ ആൾക്കാരില്ല. ഇവിടെ മൊത്തം ഇങ്ങനെ എംപ്റ്റി ആയിട്ട് കിടക്കുക. നമ്മളിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞായിരുന്നു. നല്ല തിരക്കാണ്. അപ്പോൾ ഈ കമ്പാർട്ട്മെന്റ് കണ്ടോ, ഫുൾ ആൾക്കാരായിട്ടുണ്ട്. നേരത്തെ ആരും ഇല്ലായിരുന്നല്ലോ. പക്ഷേ ഇവിടെ നമുക്കൊരു കിട്ടിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു ക്യാബിൻ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനും നമുക്ക് വേണ്ടി ഒരു ഹണിമൂൺ പാക്കേജ് തന്നതാണ്. അപ്പോൾ ഇനി നാളെ ഉച്ചയൊക്കെ ആകുമ്പം ഞങ്ങൾ മുംബൈയിലെത്തും. LTTയിലെത്തും. അല്ല, താനെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്ത് ദാദർ പിടിക്കും. ദാദറിൽ നിന്ന് വിരാർ. ഇതാണ് നമ്മുടെ പ്ലാൻ. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചു. പിന്നെ നല്ല വിശപ്പായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതാണ് അവസ്ഥ. സുന്ദരമായ ബാക്ക്ഗ്രൗണ്ടിൽ മലപ്പുറമാണ്. നല്ല നെല്ല് പൊൻകതിര് നടുക്ക് നമുക്കൊരു വീട് വാങ്ങിച്ച് താമസിക്കണം. നല്ല രസമായിരിക്കും. പിന്നെ സാധനം വാങ്ങിയാലോ? സാധനം വാങ്ങിച്ചു വയ്ക്കും. മാസത്തിലൊരിക്കൽ നമ്മൾ പോയിട്ട് സാധനം വാങ്ങിച്ചു വയ്ക്കും. പെട്ടെന്നൊരു സാധനം വാങ്ങിക്കണം, പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാലോ? കഴിക്കാൻ തോന്നിയാൽ നമ്മൾ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ ഒഴിവാക്കും. കുറച്ച് പാടത്ത് പോയി കുറച്ച് അരി പറിച്ചായിരിക്കും. ആണല്ലേ? ആദ്യം
ആയിട്ട് എന്താ ട്രിവാൻഡ്രത്തിന് പുറത്തും പോവാണ്, കേരളത്തിൽ നിന്ന് പുറത്തും. ഒരു ഡോറ് തുറക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ആളുവിന്റെ അവസ്ഥ കണ്ടു. എന്താണ് ഈ കളിക്കുന്നത്? കാണിക്കുന്നത് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ റെഡി ഇറങ്ങി. അവിടെ ഒരു സ്റ്റോൾ കണ്ടോ, നമുക്ക് അവിടെ പോയി കുടിക്കാം. കേക്ക് ഇഷ്ടമല്ല, കേക്ക് കേക്ക് വേണോ? ഓക്കെ, ഒരു ചായ ഒരു കേക്ക്. ഒരു ചായ ഒരു കേക്ക്. ഈ കേക്ക് ആ ഇതോ? ഇത് 60, ചായ 10, 60, 10, 70. ക്യാമറ ആണെങ്കിൽ അവിടെ ചെയ്തോളൂ. അപ്പം ഭയങ്കര ആരോഗ്യ നേച്ചറാണ് ഇല്ലേ? ആ, അപ്പം നമുക്ക് ഇവിടുത്തെ ചായ വേണ്ടാന്ന് വെച്ചു. ശരി മാം. മാമൻ്റെ നല്ല ബിഹേവിയർ കാരണം നമുക്ക് ചായ വേണ്ട. ഓക്കെ, അപ്പം നമ്മളിനി അടുത്ത സ്ഥലത്ത് പോയി നമ്മൾ ചായ കുടിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കട നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചേട്ടൻ്റെ ആക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ അങ്ങനെ ആരോഗ്യ നേച്ചറാണെങ്കിൽ നമ്മൾ ഇനി അപ്പുറത്ത് പോകും. അങ്ങനെ പോയി പോയി നമ്മുടെ ട്രെയിൻ നമ്മളിന്ന് മിസ്സാക്കും. ചേട്ടാ ഒരു ചായ. ഈ ചേട്ടൻ നല്ലൊരു ബിഹേവിയർ ആവുകൊണ്ട് നമുക്ക് ആ ഇത് കൊടുക്കും. കൊള്ളാം, നല്ല ചായ ആയിരിക്കും. ചേച്ചി ഹായ് ചേച്ചി. ചേച്ചി അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ചേച്ചി. ചേച്ചി വാ, ചേച്ചി വന്നേ, ചേച്ചി വന്നേ, ചേച്ചി നമുക്ക് ട്രെയിനിൽ കയറാം. ആ കടയിൽ പോയപ്പോൾ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, ചായ തന്നപ്പോൾ ഒരു ആരോഗ്യ നേച്ചറിലുള്ള ഒരു ബിഹേവിയർ. അതെ, അതുകൊണ്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ചായ വാങ്ങിച്ച് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുടിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ റിവൻസ്. നമ്മുടെ റിവൻസ് നമ്മൾ അവരെ നോക്കി നിന്ന് കുടിക്കുന്നത്. ഇതല്ലേ നമ്മൾ റിവൻസ്. ദിസ് ഈസ് ബെസ്റ്റ് റിവൻസ്. ഓ, ഷൊർണൂറിന്റെ തലപ്പത്തി തന്നെ ജോമ നിൽക്കുക. സ്ട്രോബെറിയാണ് ഇഷ്ടം. ചോക്ലേറ്റ് ഇല്ലല്ലോ അവിടെ. സ്ട്രോബെറി ഇഷ്ടമാണോ? ചോക്ലേറ്റ് കുഴപ്പമില്ല. നമ്മൾ ഈ വേസ്റ്റൊക്കെ എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. വേറെ അല്ലാണ്ട് ഇങ്ങനെ വഴിയിലൊന്നും ഇട്ടിട്ട് പോരുക. ഇവിടെ ഡിസ്പോസ് ചെയ്യും. മാളും ഇവിടെ ഇരുന്ന് വേഫർ കഴിക്കുവാണ്. വേഫർ തട്ടിപ്പറിച്ച് ഞാനും കഴിക്കുവാണ്. റീല് കറക്റ്റ് നമ്മളെടുത്തത് നല്ലതാ ജമ്മണി. നിങ്ങളെല്ലാവരും റീല് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ട്രെയിനിനുള്ളിൽ വെച്ചിട്ട് റീലൊന്ന് കാണണം കേട്ടോ. കറക്റ്റ് അനുഭവമാണ്. വെറും കള്ളത്തനം. ഉറങ്ങി തേടിയിട്ടു ചായയും പപ്സൊക്കെ കിട്ടി. അത് മേടിച്ചത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഇല്ലേ മാളു? കണ്ടില്ലേ എല്ലാം മുഖത്തല്ല. ഒരു സീറ്റിൽ കിടന്നു. ഈ സീറ്റിൽ കിടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കണം. അപ്പം മാളു നമ്മൾ എവിടെ എത്തിയപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തിയേക്കാം. അപ്പോൾ കൂടി നമ്മൾ കേരളം വിടുകയാണ്. ഫുഡ് ബാംഗ്ലൂരിൽ നിന്നാണ് ജോമോന് വാങ്ങിക്കും. ജോമോന് എന്ത് കറി വേണം? എന്തെങ്കിലും കിട്ടുന്നത്. ജോമോന് കറി വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഓടി ഇവിടെ നിന്ന് പുറത്തിറങ്ങി. ബാംഗ്ലൂർ ഒരു 10 മിനിറ്റ് ഹോൾട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഓടി കടയിൽ പോയി പൊറോട്ട ചിക്കൻ കറിയും മേടിച്ചു. മാണുവാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഇവിടെ ഇരിക്കുക. ചായ ഉണ്ടായിരുന്നു.
ട്രെയിൻ എടുത്ത് ഒരു ചായ ചായ കിട്ടി. ഹാപ്പി ഇരിക്കുവാണ്. ചായ കിട്ടി മോള്. അവിടെ നിന്ന് വെളിയിൽ വന്നപ്പോൾ തന്നെ കാണുന്നു. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പം ഞങ്ങളിങ്ങനെ നല്ലൊരു ഉറക്കത്തിന് ശേഷം ഇതാണ് വ്യൂ. മല. അവളിതുവരെ എണീറ്റിട്ടില്ല. ഹലോ ഹലോ തിരിച്ചോണ്ട് നടക്കടാ. തിരിച്ചോണ്ട് നടക്കുവാണോ? എനിക്ക് സമയം എത്രയാണെന്ന് കണ്ടോ? 9:05. അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ദേ ഇറങ്ങുവാണ്. ഓ കമോൺ യു ക്യാൻ. ആണോ എന്ത് സിമ്പിളായിട്ടാണ് ഇറങ്ങുന്നതാണോ? മരം കയറിയിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് വന്ന് ഇനി ഇവിടെ ഇരിപ്പായി. ഇനി ഇവിടെ നിന്ന് ഇനി എണീപ്പിച്ച് അപ്പുറത്ത് കൊണ്ടുപോകാൻ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല, സ്നാക്സ് കഴിച്ചെന്ന് വേണം പറയാൻ. കാരണം ഇവിടെയൊന്നും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല. നമ്മൾ കഴിച്ചത് ബിസ്ക്കറ്റും നട്ട്സും ആണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചു. ഞാൻ ഹൈഡ് ആൻഡ് സീക്കും ജോമോൻ പാൽപ്പീസിൻ്റെ ബിസ്ക്കറ്റാണ് കഴിച്ചത്. ജോമോനെ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നോ കൊള്ളില്ലായിരുന്നോ? ട്രെയിനിൽ വന്നിട്ട് പാൻട്രി കുറവാണ്. അപ്പോൾ നമുക്കിത് ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. വെള്ളം പോലും ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞാൻ മഹാരാഷ്ട്ര എത്തി. അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങും കേട്ടോ. ഈ ട്രെയിൻ പെട്ടെന്ന് എത്തും കേട്ടോ. സാധാരണ നേത്രാവതിയൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ. ഈ ട്രെയിനാണെങ്കിൽ നേരത്തെ അതെന്താണോ കേട്ടോ. കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കായിരുന്നു. 11 മണിക്കെത്തും. 11 മണിക്കെത്തും. അതിന് പിന്നെ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കണം. ഇറങ്ങാനുള്ളതാണ്. ഇനി 2 ട്രെയിൻ കയറിയാൽ നമ്മുടെ ഫ്ലൈറ്റിൽ എത്താൻ വേണ്ടി റൂമിലെത്താൻ പറ്റും. അപ്പോൾ പാക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ എത്താറായി. ജമ്മു ഇവിടെ പാക്കിംഗ് ആണ് കേട്ടോ.